DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ ഏത് കമ്പനിയുടെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ പുതിയ കർശന നിയമങ്ങൾ ബാധകമായിരിക്കും. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. രാജ്യമെമ്പാടും അനുഭവപ്പെടുന്ന ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്. നിലവിൽ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനു പിന്നാലെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന രീതിയിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിലയും വർദ്ധിപ്പിച്ചേക്കുമെന്ന ശക്തമായ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സിലിണ്ടർ ഒന്നിന് 60 രൂപ മുതൽ 100 രൂപ വരെ വർദ്ധിക്കാനാണ് സാധ്യത. പാചകവാതക മേഖലയിൽ നേരിടുന്ന ക്ഷാമം കണക്കിലെടുത്ത് 14.2 കിലോഗ്രാം ഭാരമുള്ള സാധാരണ സിലിണ്ടറുകളുടെ വിതരണത്തിന് സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു സിലിണ്ടർ വാങ്ങി 26 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അടുത്ത റീഫില്ലിംഗ് ബുക്കിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഈ വെയിറ്റിംഗ് പീരീഡ് 46 ദിവസമാണ്. അതായത് ഒരു സിലിണ്ടർ വാങ്ങി 45 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അടുത്തതിന് അർഹതയുണ്ടാവുകയുള്ളൂ. സംസ്ഥാനത്ത് സിറ്റി ഗ്യാസ് പദ്ധതി പോലുള്ള പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകൾ അഥവാ PNG ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾക്കായി മറ്റൊരു പ്രധാന അറിയിപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ താമസ സ്ഥലത്ത് PNG കണക്ഷൻ ലഭ്യമാണെങ്കിൽ വരും മാസങ്ങളിൽ പരമ്പരാഗത LPG സിലിണ്ടറുകളുടെ വിതരണം നിർത്തലാക്കാനാണ് തീരുമാനം. ജൂൺ മാസം 30-ാം തീയതി മുതൽ ഇത്തരം മേഖലകളിൽ പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് നിർദ്ദേശമുണ്ട്. ഗ്യാസ് ലൈൻ സൗകര്യമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഇനിയും കണക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം PNG കണക്ഷനിലേക്ക് മാറാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനൊപ്പം തന്നെ മുൻവർഷങ്ങളിൽ സർക്കാർ ഏർപ്പെടുത്തിയ EKYC അഥവാ ഗ്യാസ് മസ്റ്ററിംഗ് പ്രക്രിയ ഇപ്പോൾ കൂടുതൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം നേരിടുന്ന നിലവിലെ സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള യഥാർത്ഥ ഉടമ ജീവിച്ചിരിപ്പുണ്ടോ എന്നും അർഹതപ്പെട്ട വ്യക്തികൾക്ക് തന്നെയാണ് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്നും ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ EKYC നിർബന്ധമാക്കിയത്. വരും ദിവസങ്ങളിൽ സബ്സിഡി തുക കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭ്യമാകുന്നതിനും ഈ മസ്റ്ററിംഗ് പ്രക്രിയ അത്യാവശ്യമാണ്. നിലവിൽ EKYC ചെയ്യാത്ത ഉപഭോക്താക്കൾക്ക് പല ഏജൻസികളും പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ അനുവദിക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായി 3 വ്യത്യസ്ത രീതികളിൽ EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി ബയോമെട്രിക് വിവരങ്ങൾ നൽകി ഇത് ചെയ്യാം. അതല്ലെങ്കിൽ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യാനായി എത്തുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ പക്കലുള്ള തത്തുല്യമായ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചും മസ്റ്ററിംഗ് ചെയ്യാം. ഇതുകൂടാതെ ഓൺലൈൻ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ ഓൺലൈനായി ഇത് പൂർത്തിയാക്കാനാകും. ഏറ്റവും പ്രധാനമായി ഗ്യാസ് കണക്ഷൻ ഉടമ മരണപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ എത്രയും വേഗം കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റേണ്ടതാണ്. ഉടമസ്ഥാവകാശം മാറ്റാത്ത പക്ഷം അത്തരം വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണം പൂർണ്ണമായി തടസ്സപ്പെടും. അതിനാൽ ഇതുവരെ EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരും ഉടമസ്ഥാവകാശം മാറ്റാനുള്ളവരും വരും ദിവസങ്ങളിൽ തന്നെ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.